ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ക്യാരറ്റ് ചവരി പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഒരു കപ്പ് ചവരി എടുത്തിട്ട് കുതിർത്തി വേവിച്ചെടുക്കണം. ഞാനൊരു മണിക്കൂറോളം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയത് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 4 ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്തതിന് ശേഷം നമുക്കത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സാബൂനരി ഇട്ട് കൊടുക്കാം. ഇതിന് ചവരി എന്നും പറയും ചെയ്യും, സാബൂനരി എന്നും പറയും. അപ്പോൾ അത് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഞാൻ ക്യാരറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതിട്ട് കൊടുക്കാം. അത് ഞാൻ ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക രുചി തന്നെ കിട്ടും. പിന്നെ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് കൂട്ടിയും കുറച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് പഞ്ചസാരയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുക്കാം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാടായിട്ടുണ്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇവിടുന്ന് തുടർന്ന് വീഡിയോ ഒക്കെ ഇടണം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡും ക്യാരറ്റും ഒക്കെ വന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു 2 ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.